സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ മൂന്നാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള നമസ്കാരം. പാണ്ടിക്കാട് കുഞ്ഞാന് ശേഷം ഇപ്പൊ അടുത്ത ഉടായിപ്പ് ലക്കി ഡ്രോയുമായിട്ട് ഇറങ്ങിയേക്കാണ് രേണുസുതിയും രേണുസുതിയോടൊപ്പം ബാലുപോലെ നടക്കുന്ന പ്രതീഷും. ഈ പ്രതീഷ് എന്തിനാണ് ഇപ്പൊ രേണുസുതിയോടൊപ്പം ബാലുപോലെ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമല്ലോ. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, റീച്ചിന് വേണ്ടിയിട്ടും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ആത്മാർത്ഥ സൗഹൃദമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പ്രതീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം ചാനലും യൂട്യൂബ് ചാനലും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും രേണുസുതിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. രേണുസുതിയുടെ പേര് അതിനകത്ത് കാണും. അതെന്തിനാണ് അങ്ങനെ ഇടുന്നത്? രേണുസുതിയുടെ പേര് വന്നെങ്കിൽ മാത്രമേ കുറച്ചും കൂടി റീച്ച് ആകാൻ പറ്റൂ എന്ന് പുള്ളിക്കാരന് മനസ്സിലായി. കുറെ നാളുകളായിട്ട് പുള്ളിക്കാരന്റെ ചാനലുകളൊക്കെ ഒന്ന് ഡൗൺ ആയിട്ട് കിടക്കുമായിരുന്നു. അതൊന്ന് ഉയർത്തി കൊണ്ടുവരണമല്ലോ. അതിനാണ് ഇപ്പൊ രേണുസുതിയെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൊള്ളാം, അയാളുടെ ഇഷ്ടം, അയാൾ പിന്തുടരട്ടെ. അപ്പൊ രണ്ടുപേരും ഉടായ്പ പരിപാടിയുമായിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ഈ ലക്കി ഡ്രോ എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണെന്ന് ഇവർക്കറിയാം, ഇല്ലീഗൽ ആണെന്ന് ഇവർക്കറിയാം. എന്നിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പണി കിട്ടേണ്ടത് ഇവർക്കാണ്. ഇതിനൊന്നും പണി കൊടുക്കാനും നമ്മുടെ സർക്കാർ തുനിയത്തില്ല. അതാണൊരു യാഥാർത്ഥ്യം. കാരണം പാണ്ടിക്കാട് കുഞ്ഞാന്റെ കേട്ടതാണല്ലോ, ഇത്രയും വലിയ വിവാദമായിട്ടും ആർക്കും പണി കിട്ടിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഗവൺമെന്റും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ലക്കി ഡ്രോ ഒക്കെ നടക്കുന്നത് എന്ന് കരുതേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും പോയി തല വെച്ച് കൊടുക്കാതിരിക്കുക. 500 രൂപയും 1000 രൂപയൊന്നും മുടക്കി ടിക്കറ്റ് എടുക്കാതെ ഇരിക്കുക. നമ്മുടെ കയ്യിലെ പൈസയാണ് പോകുന്നത്, നമ്മൾ പറ്റിക്കപ്പെടും. കാരണം ഈ ലക്കി ഡ്രോ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി എല്ലാവരും പിടിച്ചേക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? നോർമലായിട്ട് ഒരു വസ്തു വിറ്റ് കിട്ടുന്ന തുകയെക്കാട്ടിലും ഇരട്ടി തുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10-20 ലക്ഷം രൂപയെങ്കിലും ലാഭം കിട്ടും. ആ ലാഭത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ലക്കി ഡ്രോ പിടിച്ചേക്കുന്നത്. സാധാരണ ലക്കി ഡ്രോകളൊക്കെ തന്നെ എന്തെങ്കിലും ഒരു ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം വെച്ചിട്ടായിരിക്കും പ്രൊമോട്ട് ചെയ്യാറുള്ളത്. പക്ഷെ ഈ ലക്കി ഡ്രോ അങ്ങനെയല്ല പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. ഏതായാലും നമുക്ക് ആ പ്രൊമോഷൻ വീഡിയോ ഒന്ന് കാണാം. വീട് ആണ് ഗൈസ്. വേറെ നല്ല 2500 സ്ക്വയർ ഫീറ്റ് കിടിലൻ വീട് നിങ്ങളെ കാത്തിരിക്കുകയാണ്. വീട് മാത്രമല്ല, 2ാം സമ്മാനം എന്ന് പറയുന്നത് പുതിയൊരു അടിപൊളി സ്വിഫ്റ്റ് ആണ്. അതുപോലെ തന്നെ 3ാം സമ്മാനം എന്ന് പറയുന്നത് ജാവയുടെ ഒരു അടിപൊളി ബൈക്കാണ് ഗൈസ്. അതെ, 4ാം സമ്മാനമായിട്ട് വരുന്ന 5 പേർക്കുള്ള ഒരു അടിപൊളി സ്കൂട്ടിയാണ് ഗൈസ്. അതുപോലെ 5ാം സമ്മാനമായിട്ട് വരുന്നത് 50 പേർക്കുള്ള സ്വർണ്ണ നാണയം. മലപ്പുറത്തുള്ള വണ്ടൂരിലാണ് ഈ ഒരു അടിപൊളി പ്രോപ്പർട്ടി ഉള്ളത്. സത്യം പറയുകയാണെങ്കിൽ നിങ്ങളാണ് ഒരു ഭാഗ്യശാലി. കാരണം നിങ്ങൾ ലൈവ് ആയിട്ടാണ് ഇത് നറുക്കെടുക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീടിന് ദിവസം കാണാൻ നിങ്ങൾക്കൊരു കിടിലൻ ഓഫറാണ്. വീടിനുള്ളിലെ വിശാലമായിട്ടുള്ള ഹാൾ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ് കിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബെഡ്റൂം ഉണ്ട് കേട്ടോ. സൂപ്പർ ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ ബാൽക്കണിയിൽ നല്ല അടിപൊളി വിഷ്വൽസ് ആണ്. ഓക്കെ, അടിപൊളി കിച്ചൺ ഉണ്ട്. അടിപൊളി കിച്ചൺ ഉണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് നമുക്ക് നേരെ മുകളിലേക്ക് പോവാം, ബാക്കി എല്ലാം നമുക്ക് കാണാം. അപ്പൊ ഗൈസ് ദാ ഒരു 500 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ. അപ്പൊ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വിഷ്വൽസ് പറയുന്ന കാഴ്ചയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ ബാൽക്കണിയിലെ വ്യൂവിലേക്കാണ് നമ്മൾ വരുന്നത്. നല്ല അത്യാവശ്യം നല്ല വെട്ടവും വെളിച്ചവും വായു ഒക്കെ ഉള്ള ഏരിയ തന്നെയാണ്. നല്ല അടിപൊളി വീഡിയോ ആണ്. ഇത് കണ്ടിട്ട് ഒരുപാട് പേര് ടിക്കറ്റ് എടുക്കും, ഉറപ്പാണ്. 500 രൂപയല്ലേ ഉള്ളൂ, 500 രൂപ മുടക്കിയാൽ എന്താ, വീടല്ലേ കിട്ടാൻ പോകുന്നത് എന്നോർത്ത് ഒരുപാട് പേര് ടിക്കറ്റ് എടുക്കും. എത്ര കിട്ടിയാലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പഠിക്കത്തില്ലല്ലോ, അത് ഉറപ്പല്ലേ, പഠിക്കത്തില്ല. ഇപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാ നടത്തിയ ലക്കി ഡ്രോയുടെ കാര്യങ്ങളും വിവരങ്ങളും അത് തട്ടിപ്പാണ്, ലക്കി ഡ്രോ ഇല്ലീഗൽ ആണ് എന്നൊക്കെ ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. എത്ര മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലൊരു ലക്കി ഡ്രോ വരുമ്പോൾ പിന്നെയും പോയി നാണമില്ലാതെ പോയി ടിക്കറ്റ് എടുക്കുമെന്ന് ആൾക്കാർക്കറിയാം. അതുകൊണ്ടാണ് പിന്നെയും ലക്കി ഡ്രോ വെച്ചേക്കുന്നത്. എന്നാലും എൻ്റെ രേണുസുതി കുറച്ചൊരു വിവരത്തോടെയും ബോധത്തോടെയും ഒക്കെ പെരുമാറിക്കൂടെ? ഇത് ഇല്ലീഗലാണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. കാശിന് വേണ്ടിയിട്ട് എന്തിനാ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇപ്പൊ മനസ്സിലായല്ലോ രേണുസുതിയുടെ ആത്മാർത്ഥത എത്രത്തോളമാണെന്ന്, ജനങ്ങളോടുള്ള ആത്മാർത്ഥത എത്രത്തോളമാണെന്ന് മനസ്സിലായല്ലോ. ഇത്തരം പ്രൊമോഷണൽ വീഡിയോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസേഴ്സിനെയും ഒരാളെ വിശ്വസിക്കാൻ പാടില്ല. കാരണം ഇത് ഉഡായിപ്പാണ്, ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണ്. ജനങ്ങളെ പറ്റിക്കുന്ന വഞ്ചിക്കുന്ന പരിപാടികൾ ചെയ്യുന്ന ആരെയും നിങ്ങൾ കണ്ണുടച്ച് വിശ്വസിക്കാതെ ഇരിക്കുക. പിന്നെ വേറൊരു സംഭവം നിങ്ങൾ അറിഞ്ഞോ? രേണുസുതിക്ക് അവാർഡ് കിട്ടി. ഞാൻ ഞെട്ടിപ്പോയി കണ്ടപ്പോ. ഇതാണ് ഫോട്ടോ. മന്ത്രിയുടെ കയ്യിൽ നിന്നൊക്കെയാണ് അവാർഡ് വാങ്ങിക്കുന്നത്. ആ അവാർഡ് ഇൻഫ്ലുവൻസേഴ്സിനുള്ള അവാർഡാണെന്നാണ് തോന്നുന്നത്. ആര് സംഘടിപ്പിക്കുന്ന അവാർഡാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ മന്ത്രിയുടെ കയ്യിൽ നിന്നൊക്കെ ഒരു ബെസ്റ്റ് ക്രിയേറ്റർ, അതാണ് ആ കൊടുത്തേക്കുന്ന അവാർഡിൽ ഞാൻ കണ്ടതാണ്, ബെസ്റ്റ് ക്രിയേറ്റർ അവാർഡാണ്. ഓഫ്, എന്താണോ ഇവർ ക്രിയേറ്റ് ചെയ്തത്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇവർക്ക് അവാർഡ് കൊടുക്കുന്നത്? ആദ്യം ഭർത്താവ് പോയി എന്നുള്ളൊരു സിമ്പതി വെച്ച് കുറച്ചൊരു പബ്ലിസിറ്റി കിട്ടി, അതിലൂടെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നു.
നേരത്തെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷെ അന്നേരമാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി പബ്ലിസിറ്റി കിട്ടിയത്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് കുറച്ച് റീലൊക്കെ ചെയ്ത് കുറച്ച് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച് പിന്നെ നെഗറ്റീവ് പബ്ലിസിറ്റി മനഃപൂർവ്വം ഉണ്ടാക്കി ആ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഉയർന്നു വന്നു. അത് മാത്രമാണ് ചെയ്തത്. കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്തു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ രേണുസുതി എന്താണ് ക്രിയേറ്റ് ചെയ്തത്? എൻ്റെ ഒരു ചോദ്യമാണ്, ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ ഒരു ചോദ്യമാണ്. ഞാൻ ആരെയും തരം താഴ്ത്താനോ അല്ലെങ്കിൽ ആരെയും അടച്ചാക്ഷേപിക്കാനോ അല്ല ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഈ സമൂഹത്തിന് എന്ത് കോൺട്രിബ്യൂഷനാണ് നൽകിയത്? നമ്മളിപ്പോൾ ഒരു അവാർഡ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ നൽകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴോ, ഒരു ക്രിയേറ്ററിന് അവാർഡ് കൊടുക്കുന്നത് എന്താണ്? നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, ഓക്കെ. അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിനെ സംബന്ധിച്ചിടത്തോളം അവാർഡ് കൊടുക്കുന്നത് എന്തിനാണ്? നല്ല രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് സൊസൈറ്റിയിൽ സൃഷ്ടിച്ചു. നെഗറ്റീവ് ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കുന്നതിന് ഒരിക്കലും അവാർഡ് കൊടുക്കത്തില്ല. പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ സൃഷ്ടിക്കുകയാണെങ്കിൽ അപ്പോഴാണ് നമ്മൾ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ അവാർഡ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. രേണുസുതി എന്ന് പറയുന്ന ഈ സ്ത്രീ എന്ത് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആണ് ഈ സൊസൈറ്റിയിൽ സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ക്രിയേഷനാണ് രേണുസുതി നടത്തിയത്? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? ഈ അവാർഡ് കൊടുത്ത സംഘാടകരാരാണെങ്കിലും നിങ്ങൾക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? നമ്മുടെ സമൂഹത്തിൽ എത്രയോ നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ട്, എത്രയോ നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് സൃഷ്ടിക്കുന്ന എത്രയോ നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരെ ആരെയും നിങ്ങൾക്ക് കണ്ടു കിട്ടിയില്ലേ? അവരെ ആരെയും നിങ്ങൾക്ക് കണ്ടു കിട്ടിയില്ലേ? നമ്മുടെ കേരളീയരുടെ കലാബോധം എത്രത്തോളം ഇടിഞ്ഞു താണു എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. സംസ്കാരമില്ലായ്മയാണ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ കലയെ കൊലയാക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കലാകാരന്മാർക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല. എത്രയോ നല്ല കലാകാരന്മാരുണ്ട്, മിമിക്രി കാണിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ കോമഡി ചെയ്യുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഡാൻസുകാരായിട്ടുള്ള, പാട്ടുകാരായിട്ടുള്ള. കഴിവ് എന്ന് പറയുന്നത് അവർക്ക് കഴിവ് ജന്മനാ കിട്ടിയതായിരിക്കും. അങ്ങനെ എല്ലാ രീതിയിലും കഴിവുള്ള, നല്ല രീതിയിൽ ക്രിയേഷൻ എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പറ്റുന്ന എത്ര നല്ല കലാകാരന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെയൊക്കെ വിളിച്ചിട്ടാണ് അവാർഡ് കൊടുക്കുന്നത്. അവരെയൊക്കെ വിളിച്ചിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അവർക്കാണ് ഇത്തരം അവാർഡുകൾ കൊടുക്കുന്നത്. ഇനി യൂട്യൂബിൻ്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ നല്ല ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. ഈ ഫാമിലി ഡ്രാമ കളിക്കുന്നവരെ ഒന്നും അല്ല ഞാൻ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞത്. കുറേ എണ്ണം ഉണ്ട്. ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറഞ്ഞ് ചമഞ്ഞിട്ട് ഫാമിലി ഡ്രാമ കളിക്കുകയാണ്. ഫാമിലിയിൽ വഴക്കുണ്ടാക്കിയത് എടുത്തിടുക, അല്ലെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും തല്ലുണ്ടാക്കിയത് ഇടുക, അമ്മയും അനിയത്തിയും തല്ലുണ്ടാക്കിയത് ഇടുക. അങ്ങനെ കളിക്കുന്നവരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വേറെ ചിലരുണ്ട് പേക്കൂത്ത് കാണിച്ച് കോപ്രായം കാണിച്ച് വൈറലാകുന്നേ. അങ്ങനെയൊന്നും അല്ലാതെ സ്വന്തം ക്രിയേറ്റിവിറ്റി കൊണ്ട് സ്വന്തമായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടായിരിക്കും, സൊസൈറ്റിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നൽകുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഒത്തിരി യൂട്യൂബേഴ്സും ഒത്തിരി ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്, ഒത്തിരി ഇൻസ്റ്റഗ്രാമേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ചിട്ട് അവർക്ക് കൊടുക്കുക അവാർഡ്. ഈ പോസിറ്റീവായിട്ടുള്ള കോണ്ടന്റ് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്, അതായത് മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ച് വീഡിയോ ചെയ്തില്ലേ, അത്തരം ആൾക്കാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ ക്രിയേറ്റേഴ്സാണ്. അവർ അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതും, അതിൻ്റെ തിരക്കഥ എഴുതും, അവർ തന്നെ അഭിനയിക്കും, അവർ തന്നെ എഡിറ്റ് ചെയ്യും, എല്ലാം അവർ തന്നെയാണ് ചെയ്യുന്നത്. അത്തരം ആൾക്കാർക്കൊക്കെ അവാർഡ് കൊടുക്കുക. അങ്ങനെ എന്തുമാത്രം ക്രിയേറ്റേഴ്സ് ഉണ്ട്. രേണുസുതിക്ക് എന്തിന്? അഭിനയത്തിനാണോ രേണുസുതിക്ക് അവാർഡ്? രേണുസുതി എങ്ങനെയാണ് അഭിനയിക്കുന്നത് നിങ്ങൾ കാണുന്നതാണ്. എനിക്ക് തോന്നിയിട്ടില്ല രേണുസുതി ഒരു നല്ല അഭിനേത്രിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഡാൻസർ, രേണുസുതി ഒരു നല്ല ഡാൻസർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പാട്ടുകാരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഒരു മിമിക്രി കാണിക്കുന്ന വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. രേണുസുതി ചെയ്യുന്ന ഒരേ ഒരു പരിപാടി നെഗറ്റീവ് പബ്ലിസിറ്റിയുടെ ഒപ്പം ഇങ്ങനെ പോവാണ്. ആ നെഗറ്റീവ് പബ്ലിസിറ്റി ആൾക്കാരിലേക്ക് കൊടുത്ത് ആ പബ്ലിസിറ്റി കൊണ്ട് ഉയർന്നുയർന്ന് വന്ന് കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തു. ഈ ഷോർട്ട് ഫിലിം ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ട ഷോർട്ട് ഫിലിം, ക്രിഞ്ച് ഷോർട്ട് ഫിലിമാണ്. അതിനകത്തൊന്നും കല എന്നുള്ളത് കാണാൻ പറ്റത്തില്ല ഈ ഷോർട്ട് ഫിലിമിനകത്തൊന്നും. പിന്നെ ഈ പ്രതീഷ് എന്ന് പറയുന്ന വ്യക്തി, അയാൾ പിന്നെ കുറച്ച് അഭിനയിക്കുന്നുണ്ട്, അയാൾക്ക് കുറച്ച് കഴിവുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ രേണുസുതി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കൊക്കെ അവാർഡ് കൊടുക്കുന്നു. അത് മന്ത്രി. ഈ മന്ത്രിക്കൊക്കെ ഇത്രയും നിലവാരം ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടിപ്പോവും. അപ്പോൾ ഏതായാലും ഞാൻ ആദ്യം കാണിച്ച ലക്കി ഡ്രോ നിങ്ങൾ കണ്ടല്ലോ, തല വെച്ച് കൊടുക്കരുത്. 500 രൂപയ്ക്ക് 500 രൂപ തന്നെ വേണം. ഈ 500 രൂപ ഉണ്ടാക്കാൻ പെടുന്ന പാട് എത്രത്തോളമാണെന്ന് കഷ്ടപ്പെടുന്നവനറിയാം.
അല്ലാത്ത ആൾക്കാർക്ക് അറിയത്തില്ല, കഷ്ടപ്പെടുന്നവനറിയാം. ഒരു 500 രൂപ പോലും എടുക്കാനില്ലാത്ത എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ടെന്ന് അറിയാമോ? നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടംപോലെ 500 രൂപകൾ എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ 500 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപ പോലും എടുക്കാനില്ലാത്ത ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കണ്ടുപിടിച്ച് അവന് കൊടുക്കുക. ആ 500 രൂപ കൊണ്ട് ചിലപ്പോൾ അവന് ഒരു മാസത്തെ വീട്ടു സാധനം വാങ്ങിക്കും. അത്രയും എക്സാഗ്രേറ്റ് ചെയ്യുന്നില്ല, ഒരു മാസത്തെ വീട്ടു സാധനം ഒന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല. എന്നാലും ആ 500 രൂപ കൊണ്ട് അവനൊരു നേരം അല്ലെങ്കിൽ ഒരു 3 നേരം അവൻ്റെ കുടുംബത്തിൻ്റെ വിശപ്പടക്കും. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പുണ്യം കിട്ടും. അല്ലാതെ ഈ രേണു സുധിയും പ്രതീഷിനെ പോലെ കോപ്രായം കാണിക്കുന്നവരൊക്കെ പറയുന്നത് പോലെ കൊണ്ടുപോയി ലക്കി ഡ്രോയിലൊന്നും പോയി ടിക്കറ്റ് എടുക്കാതിരിക്കുക. എൻ്റെ അപേക്ഷയാണ്. നിങ്ങൾ എന്താണ് ഈ പഠിക്കാത്തത്? എത്ര കിട്ടിയാലും എന്തുകൊണ്ടാണ് ജനങ്ങൾ പഠിക്കാത്തത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അവാർഡിൻ്റെ ആ ഒരു ഇമേജ് എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. നമ്മളുടെ കേരളീയരുടെ ഒരു തരം താഴ്ന്ന ഒരിത് സത്യമല്ലേ? കേരളീയർ ശരിക്കും തരം താഴ്ന്നു. നേരത്തെ നല്ല രീതിയിൽ കലാബോധം ഉള്ളവരായിരുന്നു കേരളീയർ. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. മലയാളികൾ അത്ര പെട്ടെന്നൊന്നും ആരെയും അക്സെപ്റ്റ് ചെയ്തില്ല, പ്രത്യേകിച്ച് കലാകാരന്മാരെ. നല്ല രീതിയിൽ കല മനസ്സിലുള്ള അല്ലെങ്കിൽ നല്ല രീതിയിൽ കഴിവുള്ള കലാകാരന്മാരെ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തുള്ളായിരുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മൾ അവാർഡുകളായാലും റെക്കഗ്നീഷൻ ആണെങ്കിലും കൊടുക്കത്തുള്ളായിരുന്നു. പക്ഷെ ഇപ്പം ഒരുപാട് മാറി, ഒത്തിരി മാറി. സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ട് ഇത്തരം കോപ്രായങ്ങൾ കാണിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങി. എന്തിനാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്, എന്തിനാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ എല്ലാവരും സന്തോഷ് പണ്ഡിത്തിനെ കളിയാക്കുന്നു. സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് കളിയാക്കാൻ തോന്നിയിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? അദ്ദേഹത്തിൻ്റെ കയ്യിലെ പൈസ മുടക്കി അദ്ദേഹം സ്വന്തമായിട്ടൊരു കാര്യം ക്രിയേറ്റ് ചെയ്തെടുക്കുകയായിരുന്നു. അല്ലാതെ സന്തോഷ് പണ്ഡിത്ത് ആദ്യം മുതലേ ഇങ്ങനെ കോപ്രായം കാണിച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് ഉയർന്നു വന്ന വ്യക്തിയല്ല സന്തോഷ് പണ്ഡിത്ത്. അദ്ദേഹത്തിന് ഒരു സിനിമ പിടിക്കണമെന്ന് തോന്നി, അദ്ദേഹത്തിനെ കഴിയാവുന്ന രീതിയിൽ സിനിമ പിടിച്ചു. അത് കോപ്രായമാണെന്നുണ്ടെങ്കിലും ആ സിനിമ വെളിയിൽ വന്നപ്പോൾ കുറേ പേര് പോയി കണ്ടു. കുറച്ച് നേരം അവർക്ക് ചിരിക്കാനുള്ള കുറേ വകയുണ്ടായിരുന്നു. അയാൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തതാണത്. ചിരിക്കാനുള്ള വകയാണെങ്കിലും അതിനകത്ത് കോമാളിത്തരമാണെങ്കിലും അയാൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. പക്ഷെ ഇപ്പം ഈ കോമാളിത്തരം കാണിക്കുന്ന, ഈ പേക്കൂത്ത് കാണിക്കുന്നവർ എന്ത് ചെയ്യുന്നു? ഈ അലിൻ ജോസ് പെരേര അവനെയൊക്കെ എടുത്ത് തലയെ വെച്ചുകൊണ്ട് നടക്കുകയാണ്. എന്ത് കാര്യത്തിന്? ഡാൻസ് കളിക്കുന്നത് കാണണം, അതും മരണ വീട്ടിൽ പോയി വിവാഹ ഫംഗ്ഷന് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുകയാണ്. അവനെ കാണുമ്പോൾ തന്നെ അടിച്ചു ഓടിക്കണം. അതാണ് ചെയ്യേണ്ടത്. ഇവനെയൊക്കെ വിളിച്ചു വരുത്തി അവിടെ നൃത്തം ചെയ്യിപ്പിക്കുന്നവന്മാരെ അടിച്ചു ഓടിക്കണം. സത്യമല്ലേ? എന്തിനാണ് ഇങ്ങനെ കലയെ കൊലയാക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ രേണുസുധിക്ക് അവാർഡ് കൊടുക്കരുതെന്നോ അല്ലെങ്കിൽ രേണുസുധിയെ അഭിനന്ദിക്കരുതെന്നോ ഒന്നുമല്ല പറയുന്നത്. അർഹതപ്പെട്ടവർക്ക് അവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് റെക്കഗ്നീഷൻ കൊടുക്കുക, അർഹതപ്പെട്ടവരെ വലിയ രീതിയിൽ വൈറലാക്കുക. അവർക്ക് കഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കുക, അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക. ഇതൊരുമാതിരി, സത്യം പറയാമല്ലോ, ഇത് എത്ര നാളുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നിലനിൽക്കും. അതാണ് ഞാൻ ഇപ്പോഴും വിശ്വസിച്ച് വെച്ചേക്കുന്നത്. ഒരുപാട് നാളൊന്നും ഈ നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ലോങ് ടേം ആയിട്ട് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ക്രിയേറ്റ് ചെയ്ത്, ഇങ്ങനെ കുറേ നെഗറ്റീവുകളും ക്രിയേറ്റ് ചെയ്ത്, കുറേ കോപ്രായങ്ങളും കാണിച്ച്, പേക്കൂത്തും കാണിച്ച് കുറേ നാളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ താനെ കെട്ടടങ്ങും. ഇങ്ങനെ താനെ കെട്ടടങ്ങുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് മേലോട്ട് നോക്കി ഇരിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. രേണുസുധിയോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കൊള്ളാം. അതാണ് സത്യം. എന്നും എക്കാലത്തും ഈ നെഗറ്റീവ് പബ്ലിസിറ്റി നമ്മുടെ കൂടെ നിൽക്കത്തില്ല. അപ്പം നെഗറ്റീവ് പബ്ലിസിറ്റിയെ കൂട്ടുപിടിക്കുന്നവർ ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം.